ഗായ്സ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എക്സ ഹെയർ എക്സ്റ്റൻഷൻസിലാണ്. അപ്പോൾ എനിക്ക് നേരത്തെ ഇത്രയും മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ബേബിയൊക്കെ ആയ ശേഷം കുറച്ച് കട്ടൊക്കെ ചെയ്ത് ഞാൻ ബ്ലോഡർ ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കുമായിരുന്നു. അപ്പൊ എന്റെ റൂട്ട് കുറച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വീണ്ടും ആഗ്രഹം ഇത്രയും ഒരു ഹെയർ ആക്കണം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഭയങ്കര മുടി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ എനിക്ക് വെക്കാൻ പോകുന്ന ഹെയർ ഗൈസ് ഇതാണ്. ഈ ഹെയർ വെക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഇത്രയും നീളത്തിൽ ഹെയർ വെക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ എന്റെ ഹെയർ സ്മൂത്തൻ ചെയ്ത് ഇപ്പൊ ഒന്ന് സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്താണ് ഇപ്പൊ എന്റെ ഹെയർ ഇവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആക്ച്വലി എനിക്ക് ഇത്രയും ഹെയർ ഉണ്ട്. ഇപ്പൊ ഇത് സ്മൂത്തൻ ചെയ്ത് സെറ്റ് ആക്കി തന്നേക്കാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ട് കിടക്കേണ്ട അടിപൊളിയായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാണാം. ഹെയർ സെക്ഷൻ ഇങ്ങനെ താഴ്ഭാഗത്താക്കി ആക്കിയിട്ട് അവിടെയാണ് നമ്മുടെ ഹെയർ ഇവർ ഫിക്സ് ചെയ്ത് തന്നെ. നമുക്ക് ഫിക്സ് ചെയ്ത് തരുന്ന രീതി എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. മാം എങ്ങനത്തെ ടൈപ്പ്? മൈക്രോറിംഗ് വെഫ്റ്റ് ഹെയർ എക്സ്റ്റൻഷൻ ആണ് ചെയ്യുന്നത്. വെഫ്റ്റ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് ഒരു റിങ് നമ്മുടെ മുടിക്കകത്ത് കടത്തിയിട്ട് അത് ഫിറ്റ് ചെയ്ത് വെക്കുന്ന പരിപാടിയാണ്. പശയുടെ പരിപാടി ഒന്നുമില്ല അല്ലേ? പശയൊന്നുമില്ല ഗൈസ്. ഭയങ്കര സെക്യൂർ ആയിട്ട് സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരു പാർലറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10ഓളം ബ്രാഞ്ച് ഉണ്ട് കേരളത്തിൽ ഒരു 10 ബ്രാഞ്ച് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, വെക്കുകയും ചെയ്യാം. അപ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ ഇതൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവർ വെക്കുന്ന അടിപൊളിയാണ്. ഇത് വെച്ചിട്ടുള്ള ഫൈനൽ റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അച്ഛനമ്മ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇത്ര മുടി നിനക്കില്ലല്ലോ എന്ന് പറയുമല്ലോ. പിന്നെ എന്റെ ചക്കൻ എന്റെ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോരില്ല, ഗ്യാരണ്ടി. അവൻ ചിലപ്പോൾ വേണമെങ്കിൽ പിടിച്ച് വലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് അവനോട് പറഞ്ഞിട്ട് വന്നേടെ അമ്മ മുടിയൊക്കെ നീളത്തിൽ വെക്കും, കളറൊക്കെ ചെയ്തിട്ട് വരാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവൻ വലിച്ചാലും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ച് വെക്കണുണ്ട് ഗൈസ്. ഓക്കെ, വെച്ചിട്ട് സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് വരട്ടെ. ഫൈനൽ റിസൾട്ട് കാണിച്ചു ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ താരന അല്ലെങ്കിൽ പേനൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പോകും. നമ്മൾ ഈ വെച്ചേക്കുന്ന ഹെയർ എക്സ്റ്റൻഷൻ പോകും. അപ്പോൾ ഇതിന് ശരിക്കും എന്താണ് ആഫ്റ്റർ കെയർ നമ്മൾ ചെയ്യണം. ഈ തലയിൽ പേന് താരനുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പേനും താരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേൻ ഉണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും തലയിൽ പേൻ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ പേൻ വരും. പിന്നെ നമ്മൾ രാത്രി തല കുളിച്ച് ഉണക്കാതെ ഉറങ്ങും ചിലര്. ജോലിക്ക് പോയിട്ട് വൈകിട്ടൊക്കെ വന്ന് കുളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പേൻ വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഒരു ഡ്രയർ യൂസ് ചെയ്യുക. നൈറ്റ് കുളിക്കുമ്പോൾ ഒരു ഡ്രയറൊക്കെ യൂസ് ചെയ്തിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ താരം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ തലയിൽ പൊടിത്താരം അങ്ങനെയൊക്കെ ചിലരുടെ തലയിൽ ഉണ്ടാവും. അതൊന്നും പ്രശ്നമില്ല. ഹെവി ആയിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് ഈ പറ്റ പോലെ. അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതെന്തെങ്കിലും ഒരു കെയറിങ് അതിന് വേണ്ടി കൊടുക്കണം. ഇത് വെച്ചാലും ഒരുവിധം താരനുള്ളവർക്കൊക്കെ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്താലും അതിൻ്റെതായ കെയറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഹെവി ആണെങ്കിൽ നമ്മൾ പരമാവധി ഒഴിവാക്കാറുണ്ട്, പറ്റില്ല എന്ന് പറയാറുണ്ട്. പിന്നെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. അതായത് മുടി വെക്കണമല്ലോ ഓരോരുത്തരും ഇഷ്ടമില്ല. ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലവർ വെക്കും, ഇഷ്ടമുണ്ടെങ്കിൽ വെക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വെക്കത്തില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പൊ കുറെ പേര് എന്നിട്ട് കുറെ ഇങ്ങനെ വെക്കല് ഊരി പോകുന്നൊക്കെ പറഞ്ഞ കമന്റ്. പക്ഷേ ഇത് മറ്റേ എക്സ്റ്റൻഷൻ ടൈപ്പിനേക്കാൾ ഊരി പോകുന്നുള്ള പേടിയാണ്. ഇത് പശ വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. സ്ട്രിപ്പ് ആകുമ്പോഴാണ് പെട്ടെന്ന് ഊരി പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പശ വെച്ച് ചെയ്യുന്ന വീഡിയോസ് കണ്ടു. പക്ഷെ ഇത് ഇങ്ങനെ ഒരു റിങ്ങിനകത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുടി നമ്മുടെ പൊട്ടി പോകത്തില്ല, ചീത്ത ഒന്നും ആവത്തില്ല. ഇതിനകത്ത് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ തലയിൽ ഇടാൻ പാടത്തുള്ളൂ. അതായത് ഷാമ്പൂ, കണ്ടീഷണറൊക്കെ നമ്മൾ അരിപ്പൊടി മറ്റേ പയർപൊടിയൊക്കെ ഇട്ട് തല അറച്ച് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്തേക്കുന്ന റിങ്ങിനകത്ത് ഈ സംഭവം പോവാൻ ചാൻസ് ഉണ്ട് അല്ലേ? പിന്നെ കറക്റ്റ് ടൈമിൽ സർവീസിന് വരാം. 4 മാസം 3 മാസം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ കറക്റ്റ് ടൈമിൽ. ചിലവര് 6 മാസമൊക്കെ കൂടി വരും, ജട വരും, കുരുക്ക് വരും. എന്നിട്ട് പിന്നെ എന്താ പറയും, നമ്മളിത് വെച്ചതുകൊണ്ട് ജട പറഞ്ഞിട്ട് കാര്യം. ഇത് ചെയ്താൽ അതിന്റെ കറക്റ്റ് മെയിനും കൂടെ നമ്മൾ ചെയ്യാൻ താല്പര്യം. ഹെയർ എക്സ്റ്റൻഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവർ പറയുന്ന ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റ് ആയിട്ട് പാലിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ മുടിയായിട്ട് ഭംഗിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവർ പറഞ്ഞ കേൾക്കാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് അതുപോലെ പിന്നെ കുളിക്കുമ്പോഴും നേരെ നിന്നിട്ട് കുളിക്കുന്നത്. നമ്മള് ബാക്കിലാണ് നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മൾ ഫോഴ്സിൽ ഇങ്ങനെ മുടി കാണിക്കുമ്പോൾ ആ വെച്ചേക്കുന്ന ഒരു ടൈറ്റ് ചെയ്തേക്കുന്ന ഭാഗം ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ഷവറിന്റെ താഴെ നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് മുടിയിട്ടിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുടി വെച്ചേക്കുന്ന ഈ ഫിലിം സ്റ്റാർസും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളായിരിക്കും. നമ്മൾ നോർമൽ ആയിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കെയർ മര്യാദ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോരുത്തർ കംപ്ലൈന്റ് ആയിട്ട് കമന്റ് ഇടുന്നത് കാണണം കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഇത് ചെയ്ത് നമുക്ക് ഏത് രീതിയിലും
സ്റ്റൈൽ ചെയ്യാം. നമ്മൾ വെച്ചേക്കുന്ന മുടി നാച്ചുറൽ മുടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കളർ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്തിടാം അല്ലേ. വീട്ടില് കൊണ്ട കിട്ടുന്നവരുണ്ടാവും, പിന്നീടാം, ഉറങ്ങുമ്പോ പിന്നിട്ട് പിന്നീട് നിർബന്ധം, പിന്നിട്ട് നമ്മള് മുടി കെട്ടി അയച്ചിട്ട് കിടന്നുറങ്ങല്ലേ, പിന്നിട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ എന്റെ മുടി ഇപ്പൊ ഇത്ര ഉണ്ടാവും, വേണമെങ്കിൽ നമുക്ക് വെട്ടി കളയാം. നമ്മൾ സ്വന്തം ലെയറൊക്കെ കട്ട് ചെയ്തിട്ട് കളർ ചെയ്തിട്ട് ഇപ്പൊ കളർ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ട്, സ്വന്തം മുടിയിൽ കളർ ചെയ്തിട്ട് പരീക്ഷിക്കാൻ മടിയുള്ള കൂട്ടുകാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മുടെ ഹെയർ പോലെ തന്നെ ഏറ്റവും മേലത്തെ ലെയർ മൊത്തം കളർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കളർ ചെയ്ത പോലെ കിടക്കും, ഡാമേജും ഇല്ല. അപ്പൊ സ്ഥലം വരുന്നത് ഇവർക്ക് 10 ബ്രാഞ്ചസ് ഉണ്ട്. അതിനകത്ത് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ കളമശ്ശേരി എറണാകുളത്തുണ്ട്, പിന്നെ കൊല്ലത്തുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, പത്തനംതിട്ട, കണ്ണൂർ, കോഴിക്കോട്, മൊത്തത്തില് 10 സ്ഥലത്തുണ്ട്. 4 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇല്ലാത്ത ജില്ല ഏതൊക്കെയാ? വയനാട്, ഇടുക്കി, വയനാട്, കാസർഗോഡില്ല. കാസർഗോഡില്ല. അപ്പൊ അവിടേക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങണ്ടേ? ഓക്കെ, അവിടെയുള്ള ആളുകൾക്കും അവിടെയുള്ള സ്വന്തം ജില്ലകളിൽ നിന്ന് ചെയ്യാനായിട്ട് ഇവര് ഇത്രയും പെട്ടെന്ന് ഓരോ സ്ഥലം അല്ല ഓരോ പാർലർ അല്ലേ തുടങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പൊ കുറെ പേർക്ക് മുടിയിൽ എല്ലാ ദിവസവും എണ്ണ തേക്കാൻ പാടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. എണ്ണയൊക്കെ തേച്ച് കുളിക്കാം, പക്ഷെങ്കിൽ ഈ ബാക്ക് സൈഡിൽ നമ്മൾ വെച്ചേക്കുന്ന സ്ഥലത്ത് അധികം മസാജ് ചെയ്യല്ലേ നമ്മള്. ഈ വിരലിട്ട് നമുക്ക് മസാജ് ചെയ്യാം, സ്കാൽപ്പ് മസാജ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓയിൽ നമ്മൾ വെച്ച മുടിയിൽ തേക്കാതിരിക്കാൻ നല്ലത്, അങ്ങനെ ഒട്ടിക്കെടുക്കും, വിടർന്ന് കിടക്കണം. പിന്നെ ഇത് വെച്ചവർക്ക് ഇങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മൾ സ്കാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് MRI ഒക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരും. തലയിൽ ഇപ്പൊ 2 ലെയർ ഇതിൽ വെച്ചിട്ടുണ്ട്, പക്ഷെങ്കില് ഒട്ടും വെയിറ്റ് തോന്നണം. കാരണം നമ്മുടെ മുടി വേറെ ഒരെണ്ണം എക്സ്ട്രാ ഫിക്സ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വെയിറ്റ് ഒന്നും എനിക്ക് തോന്നണം. സാധാരണ എന്റെ മുടി തല എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വെയിറ്റും തോന്നണം കേട്ടോ ഗൈസ്. മുടി വെച്ചെന്നുള്ളൊരു ഫീലില്ല, ചെറിയൊരു തെരിത്തിരിപ്പുണ്ട്. അത് എന്തെങ്കിലും വെച്ചതിന്റെ ഒരു തെരി, പക്ഷെ വെയിറ്റ് ഒന്നും തോന്നണില്ല. ഇപ്പൊ അടുത്ത ലെയർ വെക്കാൻ തോന്നല്ലേ? അടുത്ത ലെയർ വെക്കാണ് ഗൈസ്. എന്റെ മുടി ഐസേജിൽ ആനക്കുട്ടീനെ പോലെയല്ലേ ഫ്രണ്ടിൽ നിന്ന് ഇത് കുറച്ച് സാധനം കൂടെ തേച്ചത്. അതാണ് നമ്മുടെ മൈക്രോറിങ്. എന്ത് മൈക്രോറിങ്? ഓ, ഇതിനകത്താണ് നമ്മുടെ മുടി പിടിപ്പിക്കുന്നത് കേട്ടോ. ഈ സുനയിലാണ് ഇവര് നമ്മുടെ മുടിയല്ല വെല്ലോന്റെ മുടി നമ്മുടെ മുടിയിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. സമൂസ ഇതിനകത്താണല്ലേ പശയൊന്നും തേക്കാണ്. ഇതെങ്ങനെ ടൈറ്റ് ചെയ്യണേ? സീക്രട്ട് പ്ലെയർ വെച്ച് പറഞ്ഞത്, പ്ലെയർ വെച്ച് ടൈറ്റ് ചെയ്യണേ. ഓക്കെ, ഈ കുഞ്ഞിമ്പിറിക്കാട്ട് സാധനത്തിനകത്താണ് ഇവര് നമ്മുടെ മുടിയൊക്കെ വെച്ചല്ലേ. എന്റെ സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആണ്, അപ്പൊ ഇങ്ങനെ കോല് പോലെ ഇരിക്കുന്ന കണ്ട ഗൈസ്, ഇത്ര നീളമുണ്ട്. അപ്പൊ ഇത് വെച്ചേക്കുന്ന കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് പാകത്തിന് ചേരുന്ന ഇതേപോലത്തെ ടെക്സ്ചറുള്ള ഹെയർ തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്ത് എടുത്തു തന്നിട്ടോ. ഇവിടെ കുറെ ടൈപ്പ് ഹെയർ ഉണ്ട്. അപ്പൊ ഞാനിവിടെ ട്രീറ്റ്മെന്റ് ഇതിന് വെക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ഇവിടെ 2 കസ്റ്റമർ വേറെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ടെക്സ്ചർ വേറെ, ഒരാളുടെ കേളി ടൈപ്പ് ആയിരുന്നു, മറ്റൊരാളുടെ കേളി തന്നെയാണ്, പക്ഷെ അത്ര ഫുൾ കേളല്ല. അപ്പൊ 2 പേർക്കും അതേപോലെ തന്നെ മാച്ചുള്ള ഹെയർ എക്സ്റ്റൻഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ടൈപ്പ് ഹെയർ എക്സ്റ്റൻഷൻസ് ഇവിടെ ഉണ്ടല്ലേ? എല്ലാ ടൈപ്പ് ഹെയർ. ഇപ്പൊ നീളമുള്ളതാണെങ്കിൽ നീളമുണ്ട്, ഫുൾ കേളി ആയിട്ടുള്ളത്. പെളിമണിയുടെ പോലത്തെ ഉണ്ടോ? റയറാണ്. പെളിമണിയുടെ ഹെയർ റയറാണ്. അപ്പൊ ചുരുണ്ട മുടി സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പിലുള്ള എല്ലാ ടൈപ്പ് മുടികളൊക്കെ ഇവിടെ ലഭ്യമാണ് ഗൈസ്. അപ്പൊ ആർക്കെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മുടി ലാസ്റ്റ് കാണിച്ചു തരാം. ആ കണ്ടിട്ടുമ്പോൾ നിങ്ങൾക്ക് വെക്കാൻ തോന്നും ഉറപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേജ് എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമില് ഫുൾ കണ്ട് നമ്മുടെ കണ്ണ് നിറയും. കണ്ണും മനസ്സൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, പൈസ ആയിട്ട് തന്നെ. എന്നിട്ട് ഇത് ചെയ്തോ, അടിപൊളിയാണ് ഗൈസ്. ഞാൻ ഫൈനൽ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് 4 ലെയർ 4 വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് 4 വെക്കണുണ്ട്. അപ്പൊ നമ്മുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ് ഇവര് ലെയറുകൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ നല്ല നീളത്തിലുള്ള ലെങ്ത് എടുത്തേക്കുന്നത്. അപ്പൊ 4 ലെയർ വെക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ലെയറിലാണ് ഇവര് പിടിച്ച് എൻ്റെ തലമുടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പണി ചെയ്യും കേട്ടോ. ഒരു 1 അവറിനകത്ത് ഇപ്പൊ 4 ലെയർ കൊണ്ടാണ് എനിക്കൊരു 1 അവറിനടുത്ത് എടുത്തേന്ന് അല്ലേ? അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ പണി കഴിഞ്ഞിട്ട് വേഗം ഇവിടെ വന്നവരൊക്കെ ഇരിക്കലേ കാണാം, പോണേ കാണാം, പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട്. അപ്പൊ അധികം സമയമൊന്നും എടുക്കില്ല. നമ്മള് ഫേഷ്യൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ 1.5 മണിക്കൂറെങ്കിലും 3 സാധനമൊക്കെ തേച്ച് അത് കളഞ്ഞ് ഇവിടെ സ്ക്രബ് ചെയ്തൊക്കെ ഇരിക്കുന്നവരും ഇത് 1.5 മണിക്കൂർ കൊണ്ട് സംഭവം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം ഗൈസ്. അടിപൊളി.
ചേച്ചി കഴിഞ്ഞാ കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ലെവൽ ചെയ്യാനുണ്ട് കട്ട് ചെയ്ത് ഗൈസ് കഴിഞ്ഞ എൻ്റെ മുടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഗൈസ് നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഇല്ലെന്ന് പറയണട്ടോ. അപ്പം എന്നെ നോർമലി ആരെങ്കിലും പുറത്തുനിന്ന് കാണുകയാണ്, എൻ്റെ മുടി ഞാൻ വെച്ചേക്കണമെന്ന് ഏതെങ്കിലും മനുഷ്യൻ പറയുമോ? ഇല്ല, പറയത്തില്ല. ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അന്ന് പറഞ്ഞാൽ എൻ്റെ മുടി പിടിച്ച് വലിക്കാന്ന് ഞാൻ തൊടി എറിയൊക്കെ എന്തിനും. ഇത്ര ഉള്ളൂ എൻ്റെ മുടി ശരിക്കും. എൻ്റെ ഒറിജിനൽ ഹെയർ ആണ് ഇത്രയും ഈ കിടക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ ലെയർ കട്ടും കൂടി ചെയ്തിട്ട് കുറച്ച് കളറൊക്കെ ചെയ്താൽ പൊളിക്കും. താങ്ക് യു ചേച്ചി, താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ബാക്ക് വശം കൂടി കാണിച്ചു തരാം. അനു എൻ്റെ മുഖത്തെ പ്രസന്നത കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം സന്തോഷവതിയാണെന്ന്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറേ ആളുകൾ മാം പറഞ്ഞാണ് മാമിന് ഉമ്മയൊക്കെ കൊടുക്കാറുണ്ട്. ചെറിയ മുടിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസറൊക്കെ വന്നിട്ട് ചിലപ്പോൾ മുടിയൊക്കെ പോകണവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മുടിയില്ലാത്ത കുറേ ആളുകളുണ്ടാവുമല്ലോ. അവരൊക്കെ ഇവിടെ വന്നിട്ട് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ആർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ ഇതുപോലെ മുടി വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് മാം എന്നോട് പറഞ്ഞു. ഉമ്മയൊക്കെ കൊടുക്കും, കെട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ആരും ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ മുടി വെച്ചേക്കണെന്ന് പറയാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ഇവർ ഇടാറില്ല. പക്ഷെ ഒരു പേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എക്സ്റ്റൻഷൻ വെച്ചേക്കണേ, എല്ലാവരുടെ ഫേസ് ഉണ്ടാവില്ല. ഫേസ് എൻ്റെ മുടി സെറ്റപ്പ് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് എന്തോ എന്തോ ചെയ്തും കൂടി ഇട്ടുണ്ടെങ്കിൽ സെറ്റാവും ഗൈസ്. അത്രേ ഉള്ളൂ. ഓക്കെ, എണീച്ച് നിൽക്കാൻ പോകുന്നു ഗൈസ്. അതുപോലെ എൻ്റെ മുടി നമ്മളത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എന്നാ അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ എനിക്ക് ഇത്ര ഹെയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ഹെയർ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എനിക്കിനി എങ്ങനെ വേണമെങ്കിലും മുടി കെട്ടാം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ അയച്ചായിരിക്കും ഇടാം. അപ്പം എല്ലാവരും പോകുമ്പോൾ ഹായ് ആ കൊച്ചിന് എന്തൊരു മുടി എന്ന് പറയുമല്ലോ. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, മുടി വെക്കാനൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, പിന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും, ഫോൺ നമ്പർ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. താങ്ക് യു, ബൈ ബൈ.